ഹായ് ഓൾ, നമുക്ക് ഇന്നലെ ഞാൻ തന്ന ലെവലുകൾ ഇന്ന് മാർക്കറ്റിൽ എങ്ങനെ വർക്ക് ചെയ്തു എന്നില്ലേ നോക്കാം. നമുക്ക് പുട്ട് സൈഡിലേക്ക് ഞാൻ ഒരു ലെവൽ തന്നിരുന്നു അല്ലേ, 25,150 മുതൽ 25,130 ആ ലെവൽ ഞാൻ തന്നിരുന്നു അല്ലേ. അത് ആ 30 വരെ വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് തിരിച്ച് കയറിയിട്ടുണ്ട്. രാവിലെ തന്നെ ചെറുതായിട്ടൊരു ബൗൺസ് തന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ പി ഓപ്ഷൻ ബൈ ചെയ്തിരുന്നു, പുട്ട് ഓപ്ഷൻ. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരും ബൈ ചെയ്തിരുന്നാണ് പറഞ്ഞത്. ആ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തതിന് ശേഷം മാർക്കറ്റ് കുറച്ച് താഴേക്ക് വന്നു. നമ്മൾ എസ് എൽ കുറച്ചത് കയറ്റി വെച്ചു. പക്ഷേ മാർക്കറ്റ് പിന്നീട് നന്നായിട്ട് തിരിച്ച് കയറിപ്പോയിട്ട് നമ്മൾ എസ് എൽ ഹിറ്റ് ചെയ്യുക ചെയ്തത്. അതുകൊണ്ട് ചെറിയൊരു എസ് എല്ലിൽ നമ്മളെല്ലാവരും ഒന്ന് ഇറങ്ങി. പിന്നെ മുകളിലേക്കുള്ള ട്രേഡ് ഇന്ന് എടുത്തിട്ടില്ല, കാരണം എനിക്ക് മുകളിലേക്കുള്ള മൂവ്മെൻറ്റ് അത്രമാത്രം പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മൂവ്മെൻറ്റിനൊക്കെ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് മൊത്തം ലോസിലാണ് നമ്മൾ ചെറിയ ലോസിലാണ് നമ്മളിന്ന് ഇറങ്ങിയിട്ടുള്ളത് മാർക്കറ്റിൽ. പിന്നെ നമുക്ക് വീക്കിലി പൊസിഷൻ ഉണ്ടായിരുന്നു, ഞാൻ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാണ്ടായിരുന്നു, അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാളത്തേക്കുള്ള ട്രേഡിൻ്റെ കാര്യങ്ങളും കൂടി നോക്കി വെക്കുക ചെയ്തത്. നാളത്തെ പ്രധാനപ്പെട്ട ലെവലുകൾ പറയാം. നാളെ ഇപ്പോൾ എക്സ്പയറി ഡേ ആയതുകൊണ്ട് സ്ഥിരം പറയുന്ന പോലെ തന്നെ എൻ്റെ ക്വാണ്ടിറ്റിയിൽ കുറച്ച് ക്വാണ്ടിറ്റിയെ ഞാൻ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യുള്ളൂ, മാക്സിമം ചെയ്യില്ല, ഹീറോ സീറോ ഡേയുടെ ചെയ്യുള്ളൂ. ആ ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ ബൈ പൂർണ്ണമായിട്ടും മാർക്കറ്റിലേക്ക് ആ പ്രീമിയം കൊടുക്കാൻ റെഡി ആയിട്ടുള്ള ക്വാണ്ടിറ്റിയുടെ ബൈ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. പിന്നെ നാളത്തെ ലെവലുകൾ, ഇന്നത്തെ ലോ ഉണ്ടല്ലോ, ഇന്നത്തെ ലോയും ഇന്നത്തെ ഹൈയും നിങ്ങൾ നോക്കി വെക്കുക. അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം, ചെറിയൊരു ബ്രേക്ക് ഔട്ട് നോക്കണ്ട, നന്നായിട്ട് ബ്രേക്ക് ചെയ്യുക, വോളിയത്തിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ ട്രേഡ് എടുത്താൽ മതി. നാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, നമ്മൾ ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പ്രധാനപ്പെട്ട ലെവൽ വെച്ച് 25,150 മുതൽ 25,120 വരെയുള്ള ലെവലാണ്. 25,150 മുതൽ 25,120 വരെയുള്ള ലെവലാണ് ഡൗൺ സൈഡിലേക്ക് കാണുന്നത്. അപ്പർ സൈഡിലേക്ക് കാണുന്ന 25,250. 25,250 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയ റാലി മുകളിലേക്കില്ലേ നമുക്ക് പ്രതീക്ഷിക്കാം. എക്സ്പയറി ഡേ ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ റാലികളിലൊന്നും ഓപ്ഷൻ ബൈയേഴ്സിന് വലിയ പ്രീമിയം വലിയ ഹൈക്കൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് നാളെ. അതൊന്ന് നോക്കി വെക്കുക. പിന്നെ നാളത്തെ മൊത്തത്തിലെ വ്യൂ നോക്കുമ്പോൾ തോന്നുന്നത് ഒരു കൺസോൾട്ടേഷൻ ആവാൻ സാധ്യതയുണ്ട്, അല്ല വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നാളത്തെ ഇതിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പ്രധാനപ്പെട്ട ലെവലുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി പറഞ്ഞുതരാം. ചാർട്ട് സൈഡിൽ കൊടുക്കാം. 25,250 അപ്പർ സൈഡിൽ, 25,150 മുതൽ 25,120 വരെ ഡൗൺ സൈഡിൽ. അവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ 25,000 വരെ പോകാൻ ഗ്യാപ്പ് ഉണ്ട് നിഫ്റ്റിക്ക്. പിന്നെ 25,250 ബ്രേക്ക് ചെയ്താൽ 25,350 വരെ നിഫ്റ്റി മൂവ് ചെയ്യാൻ സാധ്യത. 100 റേഞ്ച് 25,250 ബ്രേക്ക് ചെയ്താൽ 25,350 വരെ 100 റേഞ്ച് മുകളിലേക്ക് സാധ്യതയുണ്ട് നിഫ്റ്റിക്ക്. ഇല്ലെങ്കിൽ 25,250നും 25,100നും ഇടയിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഈ ഒരു 3 സാധ്യത മാർക്കറ്റിൽ കാണുന്നത്. അപ്പോൾ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്ന എങ്ങനത്തെ ലെവലുകൾ നോക്കി നമുക്ക് നാളെ ട്രേഡ് എടുക്കാം. ഇന്ന് ലോസ് കിട്ടിയവരൊക്കെ ഒന്ന് കമൻറ്റിൽ ഇടുക കേട്ടോ. എന്തായാലും പ്രോഫിറ്റ് ആരും ഇടുന്നില്ല, എന്തെങ്കിലും ലോസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇടാം. ഓക്കെ, നമുക്ക് നാളെ കാണാം.